ഒരു ഉൽഹിയത്തിന്റെ മൃഗത്തെ കണ്ടാൽ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലൽ പ്രത്യേകം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഉൽഹിയത്ത് എന്നത് അതൊരു നിർബന്ധമായ അമലാണോ? അല്ല. ഇന്നിപ്പോ ഒരാൾ എന്നോട് ചോദിച്ചു, അല്ല ഉസ്താദെ, എന്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്, ഞാൻ ഉൽഹിയത്ത് അറുത്തില്ലെങ്കിൽ കുറ്റക്കാരനാകുമോ? ഒരു 10,000, 15,000, 25,000, 50,000 രൂപ കയ്യിലുണ്ട്, ഞാൻ ഉൽഹിയത്ത് അറുത്തില്ലെങ്കിൽ കുറ്റക്കാരനാവുമോ? ആവോ? കുറ്റക്കാരനാവൂല. കാരണം ഉൽഹിയത്ത് നിർബന്ധം അല്ല. അത് നിർബന്ധമായൊരു അമലല്ല. നേർച്ചയാക്കിയാലോ നിർബന്ധമാകും. നിർബന്ധമായി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഒരു കഷ്ണം പോലും അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ളവർക്കോ കഴിക്കാൻ പാടില്ല. മനസ്സിലായോ? ഉൽഹിയത്ത് അതൊരു സുന്നത്തായ അമലാണ്. എന്നാൽ സുന്നത്തായ സദഖകളിൽ ഏറ്റവും അഫ്ളലായ സദഖ അത് ഉൽഹിയത്താണ്. മനസ്സിലായോ? ഉൽഹിയത്ത് സുന്നത്തായ സദഖകളിൽ സദഖത്തുൻ മുഅക്കദ, ഏറ്റവും കൂലിയുള്ള അമലാണ്. കഴിയുന്നവരൊക്കെ കൂടുന്നത് നല്ലതാണ്. ഏറ്റവും നല്ലത് ഒരു മൃഗത്തെ വാങ്ങി സ്വന്തമായി അറുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ അറുക്കലാണ്. പക്ഷെ എല്ലാവർക്കും അത് കഴിഞ്ഞോളുന്നുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ കഴിവിനനുസരിച്ച് ആ 7 ഷെയർ വരെ ഒരു മൃഗത്തിൽ ആകാവുന്നതാണ്. 7 കഴിയൂല, 6 കഴിയുള്ളൂ, ആവാം. 6 കഴിയില്ല, 5 കഴിയുള്ളൂ, ആവാം. 5 കഴിയൂല, 4 കഴിയുള്ളൂ, ആവാം. 4 കഴിയൂല, 3 കഴിയുള്ളൂ, ആവാം. 3 കഴിയില്ല, 2 കഴിയുള്ളൂ, ആവാം. 2 കഴിയില്ല, 1 കഴിയുള്ളൂ, ആവാം. 1 ഷെയർ ആവാം. 1 കഴിയൂല, എന്നാ നമ്മൾ രണ്ടാളും കൂടിയും 1 ഷെയർ എടുക്കുക. പറ്റുമോ? ഉണ്ടണില്ലല്ലോ. ഉലയത്തിന്റെ ഫലായിൽ ഇങ്ങനെ ഉസ്താദ് പറഞ്ഞപ്പോഴേ അറക്കണം എന്ന് വലിയ പൂതി. കയ്യിലാകെ 5,000 റുപ്യേ ഉള്ളൂ. 1 ഷെയറിന് പള്ളി കമ്മിറ്റി നിശ്ചയിച്ചത്, അല്ലെ മദ്രസ കമ്മിറ്റി നിർണയിച്ചത് 10,000 രൂപയാ. അപ്പൊ എന്റെ കയ്യിൽ 5,000 ഉള്ളൂ. ഞാൻ എന്റെ അയൽവാസിയോട് ചോദിച്ചു, എന്നാ നമുക്ക് രണ്ടാക്കും കൂടി 1 ഷെയർ കൂടുക, 5,000 ഞാൻ എടുക്ക, നീയും ഒന്ന് പറ, നീയും 5,000. അപ്പൊ എത്രയായി? 10,000. ഞങ്ങൾ രണ്ടാളും കൂടിയും 1 ഷെയർ. പറ്റുമോ? പറ്റൂല. അത് ശരിയല്ല. മിനിമം 1 ഷെയറെങ്കിലും കൂടണം. അപ്പോഴേ അത് സഹീഹാകൂ. അങ്ങനെ 7 ആളുകൾ വരെ ഒരു മൃഗത്തിൽ ആവാം. പക്ഷെ പോത്ത്, ഒട്ടകം, മൂരി പോലോത്തതിൽ, ആടിൽ 7 ആൾക്ക് പറ്റുമോ? പറ്റൂല. ഒരാൾക്കൊരു ഷെയർ കൂടാം ഒരു പോത്തിൽ, അല്ലെങ്കിൽ ഒരാടിനെ വാങ്ങി അറക്കാനുള്ള കഴിവുണ്ട് എങ്കിൽ ഇതിൽ അഫ്ളൽ ഏതാ? ഒരാടിനെ വാങ്ങി സ്വന്തമായി അറുക്കലാണ് അഫ്ളൽ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഉൽഹിയത്തിന്റെ തോൽ പലപ്പോഴും അറവുകാർക്ക് കൂലിയായി കൊടുക്കുന്ന ഒരു രീതി ചില നാടുകളിൽ കാണാറുണ്ട്. അത് സഹീഹാവോ? സഹീഹല്ല. ഒരാൾ ഉൽഹിയത്തിന്റെ തോല് വിറ്റ് കളഞ്ഞാൽ അയാൾക്ക് ഉൽഹിയത്തില്ല. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉൽഹിയത്തിന്റെ മാംസം വിൽക്കാൻ പാടില്ലാത്തതുപോലെ ഉൽഹിയത്തിന്റെ തോലും വിൽക്കാൻ പാടില്ല. അതേ പ്രകാരം കൂലിയായി കൊടുക്കുക അതും പാടില്ല. ഉൽഹിയത്തിന്റെ തോല് അതിന്റെ പണിക്കാർക്കോ മറ്റോ കൂലിയായി കൊടുക്കാൻ പാടില്ല. പിന്നെയോ സാധുക്കൾക്ക് ദാനം കൊടുക്കണം. കൊടുത്തതിന് ശേഷം അവര് പറഞ്ഞു, ഇതിപ്പോ എനിക്ക് എന്താ ചെയ്യാൻ കഴിയുക, നിങ്ങളൊന്ന് വിറ്റന്നാളി എന്ന് പറഞ്ഞ് അവര് നമ്മളെ വക്കാലത്താക്കിയാൽ പിന്നെന്ത് ചെയ്യാം? വിൽക്കാം. അത് അവരുടെ മറ്റു വസ്തുക്കൾ. എന്റെ വീടും നിങ്ങൾ വിറ്റന്നാളി എന്ന് പറഞ്ഞ് നമ്മളെ വക്കാലത്താക്കിയാൽ നമുക്ക് വിറ്റൂടെ? നിങ്ങൾ ഉറങ്ങാണോ? കുഴപ്പമില്ല, വിൽക്കാം എന്നതുപോലെ അവർ നമ്മളെ വക്കാലത്താക്കിയാൽ വിൽക്കാവുന്നതാണ്. പിന്നെ ചില ആളുകൾ ചോദിക്കുന്നൊരു സംശയമുണ്ട്, ഒരു മൃഗത്തിൽ തന്നെ ഉൽഹിയത്തും അഖീഖത്തും കൂടെ പറ്റുമോ? കേൾക്കുന്നുണ്ടോ? മഹല്ല് കമ്മിറ്റി സംഘടിതമായി ഉൽഹിയത്ത് അറുക്കുന്നുണ്ട്.
അപ്പൊ എന്റെ കുട്ടിയുടെ അക്കീക്കത്ത് ഞാൻ അറുത്തിട്ടില്ല, അല്ലെങ്കിൽ എന്റെ അക്കീക്കത്ത് തന്നെ അറുക്കപ്പെട്ടിട്ടില്ല. ബാപ്പിയമ്മയും പറയും നിന്റേത് മാത്രം അറുത്തിട്ടില്ല, മുടിയൽച്ചിനെ നടത്തിയിട്ടില്ല, അറവ് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഉൽഹിയത്തിന്റെ പോത്തിൽ ഒരു ഷെയർ ഞാൻ ഉൽഹിയത്തും കൂടി പിന്നെ ഒരു ഷെയർ അക്കീക്കത്തും കൂടി കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? ഇല്ല, കൂടാം. മനസ്സിലായില്ലേ? കൂടുന്നതിന് വിരോധം ഇല്ല. പക്ഷെ ഒരു ഷെയർ തന്നെ ഉൽഹിയത്തും അക്കീക്കത്തും കൂടെ അത് പറ്റുമോ? അത് പറ്റുമോ? ആകെ ഞാൻ 7 ഷെയറേ കൂടിയിട്ടുള്ളൂ, അതന്നെ പകുതി അക്കീക്കത്തും പകുതി ഉൽഹിയത്തും പറ്റുമോ? പറ്റൂല. ഇനി ഒരു കൊല്ലത്തിൽ ഒരാൾ കൂടി എന്നതുകൊണ്ട് 7 ഷെയർ കൊല്ലത്തിൽ ഒരാൾ കൂടി എന്നതുകൊണ്ട് ഇനി 7 കൊല്ലവും കൂടൽ നിർബന്ധമാണ്. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ടോ? അങ്ങനല്ല. അങ്ങനെയൊക്കെയുള്ള ഡൗട്ട് ചില ആളുകൾക്കുണ്ട്. അതുകൊണ്ടാണ് സാന്ദർഭികമായി ഇതൊന്ന് ഓർമ്മപ്പെടുത്തുന്നത്. 7 ഷെയർ 1 കൊല്ലം കൂടിയാൽ ഇനിയുള്ള 6 കൊല്ലവും കൂടൽ നിർബന്ധമാണ്. അങ്ങനെ ഇതുൾപ്പെടെ 7 ആവണം, എങ്കിലേ ഉൽഹിയത്ത് സഹീഹാകൂ. അങ്ങനെയുണ്ടോ? അങ്ങനെ ഒരു മസല ഇല്ല. ഈ കൊല്ലം 1 ഷെയർ കൂടാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ അതിൽ കൂടാം. അടുത്ത കൊല്ലം അതില്ലെങ്കിൽ കൂടൽ നിർബന്ധവും ഇല്ല. എന്നതുപോലെ ചില ആളുകൾ പറയാറുണ്ട് ഉംറ ചെയ്താൽ ഹജ്ജും നിർബന്ധമാകും. അങ്ങനെയുണ്ടോ? ഉംറ ചെയ്താൽ ഹജ്ജ് നിർബന്ധമാകും. അങ്ങനെയില്ല. ഉംറക്കുള്ള സാമ്പത്തിക ശേഷിയും ക്ഷേമശിയും ഉണ്ടെങ്കിൽ ഉംറ ചെയ്യാ. ഹജ്ജിനുള്ള കഴിവുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യാം. അപ്പോൾ ഹജ്ജ് നിർബന്ധമാവും. എന്നാൽ ഹജ്ജിനുള്ള കഴിവ് എന്നാൽ ഒരുപാട് സമ്പത്ത് ഇങ്ങനെ കെട്ടിക്കിടക്കണം എന്നുള്ള നിർബന്ധമൊന്നും ഇല്ല. ശ്രദ്ധിക്കണേ, അങ്ങനെ പല ആളുകളും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഹജ്ജ് നിർബന്ധാകണമെങ്കിൽ എല്ലാം കഴിഞ്ഞ് ഒരു 10 ലക്ഷം അല്ലെ 8 ലക്ഷം 7 ലക്ഷം അതിങ്ങനെ ബാങ്കിലോ അൽമറയിലോ വേണം, എങ്കിലേ ഹജ്ജ് നിർബന്ധമുള്ളൂ. അങ്ങനെ ഉണ്ടോ? ഒരാൾക്കൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീടുണ്ട്. ആ വീട് നിൽക്കുന്നത് 5 സെന്റിലാണ്. അത് കഴിച്ച് അയാൾക്കൊരു 5 സെന്റ് സ്ഥലൂടി മേക്കൂട്ട് ഉണ്ട്. നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? ഈ അത്യാവശ്യമില്ലാത്ത 5 സെന്റ് സ്ഥലം വിറ്റാൽ സുഖമായി അയാൾക്ക് എന്ത് ചെയ്യാം? ഹജ്ജ് അപ്പൊ കൊണ്ടോട്ടി അങ്ങാടിയൊക്കെ ആവുമ്പോ 5 സെന്റ് സ്ഥലം പോട്ടെ, 1 സെന്റ് വിറ്റാൽ തന്നെ ഹജ്ജിന് പോകാനുള്ള ഉണ്ടാവും. ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അങ്ങാടിയിൽ താമസിക്കുന്നവർ പലരും കൂട്ടത്തിലുണ്ടല്ലോ. ഒരു 10 സെന്റ് സ്ഥലമാണ് ഉള്ളത്, അല്ലെ 8 സെന്റ് സ്ഥലമാണ് ഉള്ളത്. അതിൽ 5 സെന്റ് സ്ഥലത്ത് വീടും കാര്യങ്ങളൊക്കെ. പിന്നെ അയൽവാസി എപ്പോഴും നിങ്ങളൊരു സെന്റ് തരുമോ, ഇവിടെ ഒരു സെന്റ് കിട്ടിയാൽ വലിയ ഉപകാരാന്ന് പറയുന്നുണ്ട്. സെന്റിന് 25 ലക്ഷം. ഇവിടെ 25 ലക്ഷം എന്ന് പറഞ്ഞപ്പോ വലിയൊരു പൈസ ആണോ അങ്ങാടിയിലൊക്കെ? അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇയാൾക്ക് ഹജ്ജ് നിർബന്ധാണോ? അല്ലേ? മുണ്ടണില്ലല്ലോ റബ്ബേ. ഉസ്താദേ, ഇത് മേത്തക്ക് പിടിക്കുന്ന മസല നിങ്ങൾ അങ്ങനെ പറയല്ലേന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഈ മേത്തക്ക് തട്ടുന്ന മസല പറയല്ലേന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ ഈ 1 സെന്റ് അല്ലെ 2 സെന്റ് 3 സെന്റ് അല്ലെ 5 സെന്റ് ഒക്കെ കൊടുത്താൽ സുഖമായിട്ട് ഹജ്ജിന് പോകാനുള്ള ക്യാഷ് കിട്ടുമെന്ന് വിചാരിക്കുക. ഇയാൾക്ക് ഹജ്ജ് നിർബന്ധാണോ? അല്ലേ? നിർബന്ധാണ്. ഇയാൾ മരണപ്പെട്ടാൽ സ്വത്ത് വീതം വെക്കണമെങ്കിൽ ഹജ്ജിനുള്ളത് മാറ്റിവെക്കണം, അല്ലെങ്കിൽ ആ മുതല് അനുവദനീയമല്ല. ആ മയ്യത്തിന് ഖബറിൽ കിടക്കാനൊരു റാഹത്തും. കേൾക്കുന്നുണ്ടോ? ഇത് ശ്രദ്ധിച്ചോ ആവോ? ചിലപ്പോ അങ്ങനെ ശ്രദ്ധിക്കാൻ വലിയ സാധ്യത ഇല്ല. ഇത് കേൾക്കുമ്പോ ചിലപ്പോ അസ്വസ്ഥത ഉണ്ടാവും. ബാപ്പ മരിച്ചു, ബാപ്പാക്കൊരു 10 സെന്റ് സ്ഥലം ഉണ്ട് അവിടെ. ബാപ്പ ഹജ്ജൊന്നും ചെയ്തിട്ടില്ല. ആ 10 സെന്റ് സ്ഥലം അത് വിറ്റാൽ സുഖമായിട്ട് ബാപ്പാക്ക് ഹജ്ജ് ചെയ്യാം. മക്കൾ 4-5 ആളുകളുണ്ട്. ബാപ്പ മരണപ്പെട്ടു 6-7 മാസം കഴിഞ്ഞപ്പോ എന്നാ സ്വത്ത് നമുക്കൊന്ന് കൈകാര്യം ചെയ്യണ്ടേ എന്നൊരു ചർച്ച. സ്വത്ത് കൈകാര്യം ചെയ്യണം. ഒന്നാമത് എന്താ വേണ്ടത്? ഒന്നാമത് ഹക്കുകൾ വീട്ടണം. ഹക്ക് 2 വിധമുണ്ട്. അല്ലാഹുമായി ബന്ധപ്പെട്ട ഹക്കുണ്ട്, ഹക്കുൽ ആദമിയെ മനുഷ്യരുമായി ബന്ധപ്പെട്ട
ഹക്കുണ്ട്. ബാപ്പ പണ്ടാരോടോ ഒരു 50,000 റുപ്യ വേണമെന്ന് പറഞ്ഞ് എന്തോ ഒരു ആവശ്യത്തിന് കടം വാങ്ങിയിരുന്നു, അത് തിരിച്ചു കൊടുത്തിട്ടില്ല. അത് ഹക്കുൽ ആദമിയാണ്, മനുഷ്യന്റെ ഹക്കാണ്. ഈ ബാപ്പ ഹജ്ജ് ചെയ്തില്ലെങ്കിൽ അത് ഹക്കുള്ള, അള്ളാഹുമായി ബന്ധപ്പെട്ട ഹക്കാണ്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ പരിഗണന കൊടുക്കേണ്ടത് ഹക്കുള്ള, അള്ളാഹുവിന്റെ ഹക്കിന. അപ്പൊ ഹജ്ജിനുള്ളത് ഇങ്ങോട്ട് നീക്കിയേക്കണം. ബാപ്പാന്റെ 5 സെന്റ് വിറ്റോക്കുമ്പോ ഒരു 10 ലക്ഷം റുപ്യ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ആദ്യം ഹജ്ജിനുള്ളത് നീക്കി വെക്കണം, നിർബന്ധാണ്. പിന്നെ വാപ്പാക്ക് കടണ്ട് നോക്കണം. ആർക്കൊക്കെ വാപ്പ കടം കൊടുക്കാണ്ട് ആ കടം കൊടുത്തു വിട്ടണം. എന്നിട്ട് വസീയത്തുണ്ടോ നോക്കണം. ബാപ്പ എന്തെങ്കിലും വസീയത്ത് ചെയ്തിട്ടുണ്ട്, ആ പള്ളിക്ക് ഒരു 25,000 കൊടുക്കണം കേട്ടോ, ആ പള്ളിപ്പണി നടക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞിരുന്നു പണി തുടങ്ങിക്കോളൂ, 25,000 ഞാൻ തരാന്ന് ബാപ്പ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ബാപ്പ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് പച്ചയായ യാഥാർത്ഥ്യാന്ന് ബോധ്യപ്പെട്ടു, എന്നാൽ അതും കൊടുത്തു വിട്ടണം, നീക്കി വെക്കണം. എന്നിട്ട് ബാക്കിയുള്ള സ്വത്ത് മാത്രമേ അനന്തരാവകാശികൾക്ക്. കുറച്ചവനെ മിണ്ടണില്ലല്ലോ, ഞാൻ പറഞ്ഞു പറ്റിയില്ലേ? ഇങ്ങനത്തെ മസലയൊക്കെ പറയുകയാണെങ്കിൽ ഇനി ക്ലാസ്സിന് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാണോ? അങ്ങനെ തോന്നിയോ? രക്ഷപ്പെടണ്ടേ? ഇവിടുന്ന് കണ്ട് കഴിഞ്ഞാ മതിയോ? എന്നെന്നും നിലനിൽക്കുന്നതും ഏറ്റവും ഖൈറുള്ളതും ആഖിറമാണ്. ആ ലോകത്ത് പരാജയത്തിന് ഈ ദുനിയാവ് കാരണമാകരുത്. ഇന്നലി കുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മത്തി അൽ മാൽ. ഏത് സമുദായത്തിനും ഫിത്നയുണ്ട്. എന്റെ സമുദായത്തിന്റെ ഫിത്ന സമ്പത്താണ്. ആ വിഷയത്തിൽ ഒരു കോംപ്രമൈസിനവർ തയ്യാറാവൂല. അതിലൊരു വിട്ടുവീഴ്ച കണ്ട് മനസ്സനുവദിക്കൂല. അതൊക്കെ എങ്ങനെങ്കിലും കണ്ട് കഴിച്ചിലായിക്കോളും. ഇനിയിപ്പൊ എങ്ങനെ ഇപ്പൊ ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഹജ്ജ് ചെയ്യിപ്പിക്കുക, ആ ഒന്നും ഇപ്പൊ നടക്കൂല. ഇങ്ങനാണ്ട് പോട്ടേന്ന് മനസ്സും പറയൂ, ശൈത്താനും പറയൂ. അള്ളാഹു കാക്കട്ടെ, ആമീൻ പറയും, അള്ളാഹു കാക്കട്ടെ. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. ബാപ്പ ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ടു. ബാപ്പാന്റെ സ്വത്ത് 5 സെന്റ് വിറ്റപ്പോൾ 10 ലക്ഷം കിട്ടി. ബാപ്പാക്ക് ഹജ്ജ് നിർബന്ധമാണ്. പക്ഷേ ഇത് നിർബന്ധമാണെങ്കിലേ ഉള്ളൂ കേട്ടോ. ആകെ വാപ്പാക്ക് 5 സെന്റ് സ്ഥലേ ഉള്ളൂ, അതിൽ ചെറിയൊരു വീടുമുണ്ട്. ആ വീട് വിറ്റാൽ ഹജ്ജിനുള്ള ക്യാഷ് കിട്ടും. പക്ഷെ അത് ബാപ്പാക്ക് താമസിക്കാൻ ആവശ്യമായതാണ്. അങ്ങനെ ആകുമ്പോ വാപ്പാക്ക് ഹജ്ജ് നിർബന്ധാവുന്നില്ല. മനസ്സിലായോ? അപ്പൊ പിന്നെ മരണാനന്തരം അത് വിറ്റാൽ 10 ലക്ഷം കിട്ടും, അതുകൊണ്ട് ഹജ്ജ് നിർബന്ധാവെന്ന് പറയാൻ പറ്റുമോ? ഇത് ജീവിച്ചിരിക്കുമ്പോൾ ഹജ്ജ് നിർബന്ധാവണം. അങ്ങനെയാകുമ്പോഴേ മരണാനന്തരം ഈ വിഷയം വരുള്ളൂ. ജീവിച്ചിരിക്കുമ്പോൾ ഹജ്ജ് നിർബന്ധാകൽ എങ്ങനെ? ഈ സ്ഥലവും അതിനാവശ്യമായ വീടും കഴിച്ച് വിൽക്കാനുണ്ടെങ്കിലേ ഹജ്ജ്, അത് വിറ്റാൽ ഒരു 2 ലക്ഷം കിട്ടും. അതുകൊണ്ട് ഇപ്പൊ ഹജ്ജ് ചെയ്യാൻ കഴിയോ? അപ്പൊ ഹജ്ജ് നിർബന്ധമുണ്ടോ? ഇല്ല. ഇനി അങ്ങനെ വിറ്റാൽ ഹജ്ജിന് നിർബന്ധമായ ക്യാഷൊക്കെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ബാപ്പാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യണം. അത് ചെയ്യുന്ന ആൾ സ്വന്തം ഹജ്ജ് ചെയ്ത ആളായിരിക്കണം. ഫർളായ ഹജ്ജ് ചെയ്ത ആൾക്ക് മറ്റൊരാളുടെ ഹജ്ജോ ഉംറയോ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ സ്വന്തം ചെയ്യാതെ ആരാണ്ടത് ചെയ്ത് വിട്ടാൻ പറ്റൂല. ഈ കൊണ്ടോട്ടിയിൽ നിന്ന് 2-3 വർഷം മുമ്പ് എന്നോടൊരു കുടുംബം പറഞ്ഞിരുന്നു, മരണപ്പെട്ട ഉപ്പയുടെ പേരിലോ ഉമ്മയുടെ പേരിലോ ഹജ്ജിന് പോകണം. എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചു. നിർബന്ധമായ ഹജ്ജ്. അള്ളാഹു അതൊക്കെ റബ്ബ് സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം മുഅ്മിനെ, ഇത് വലിയ വിഷയാണ്. ഇത് നിസാരമായ സംഗതിയല്ല. ഏതായാലും ഉംറ ചെയ്തു എന്നതുകൊണ്ട് ഹജ്ജ് നിർബന്ധമാവുക എന്നൊരു സംഗതി ഇല്ല. ഹജ്ജ് നിർബന്ധമായവർ ഹജ്ജ് ചെയ്യുക, ഉംറ നിർബന്ധമുള്ളവർ ഉംറ ചെയ്യുക എന്നതുപോലെ ഒരു കൊല്ലത്തിൽ ഉൽഹിയത്തിന് കൂടി എന്നതുകൊണ്ട് ഇനി 7 കൊല്ലവും ഉൽഹിയത്തിന് കൂടുതൽ നിർബന്ധമാണ്, അങ്ങനെ ഒരു മസലയും ഇല്ല. സാന്ദർഭികമായി ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ഉൽഹിയത്തിന്റെ മസലയൊക്കെ പലരും പലപ്പോഴും ചോദിക്കാറുണ്ട്. പക്ഷെ ഷെയർ കൂടി ഉൽഹിയത്തിറക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മളുടെ മൃഗം ഏതാണെന്ന് നമുക്ക് ബോധ്യപ്പെടണം. അല്ലെങ്കിൽ നമ്മൾ വക്കാലത്താകുന്ന ആളുകൾക്ക് ബോധ്യപ്പെടണം. ഇവിടെ ഒരു 10 കന്നുണ്ട്, ഇതിലേതെങ്കിലും ഒന്നാണ് എന്റേത് എന്ന് വിചാരിച്ചാൽ മതിയോ?
അതുപോലെ ഏതാണ് എൻ്റെ കണ്ണ്, എൻ്റെ മൃഗം എന്ന് ഞാൻ കണ്ട് ബോധ്യപ്പെടണം. അല്ലെങ്കിൽ ഞാൻ വക്കാലത്താക്കിയ ആൾക്ക് ബോധ്യം വേണം, അല്ലെങ്കിൽ ആ ഉദ്ഹിയ്യത്ത് സഹിയാവൂല. 2 പോത്ത് 14 ആൾ കൂടി അറക്കുന്നുണ്ട്. അപ്പോൾ 7 ആളുടേത് ഇന്നതാണെന്നും മറ്റേ 7 ആളുടേത് ഇന്നതാണെന്നും കൃത്യമായി അറിയണം. ആ മാംസത്തിനും വലിയ ബഹുമതിയുണ്ട്. ആ മാസത്തെയും ബഹുമാനിക്കണം. അത് മുസ്ലിമീങ്ങൾക്കല്ലാതെ കഴിക്കാൻ പോലും പാടില്ല. അപ്പോൾ പിന്നെ അതിന്റെ അക്കീക്കത്തിന്റെ മാംസം അങ്ങനെ തന്നെ. അപ്പോൾ പിന്നെ അതിന്റെ ജോലിക്കാരായി വരുന്നവർ നമ്മുടെ മതത്തിൽപ്പെട്ടവരല്ലെങ്കിൽ അവർക്ക് വേണ്ടി 1, 2, 3 കിലോ മാംസം നമ്മൾ വേറെ കരുതണം. ഇത് ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അറുക്കാൻ ഒരുങ്ങിയപ്പോൾ അതിന് പകരമായി അല്ലാഹു അല്ലാഹു അതിന് പകരം നൽകിയ ഏറെ മഹത്വമുള്ള മാംസമാണിത്. ഇതിന്റെ ഹുർമത്തിനോട് നിരക്കാത്ത ഒരു പ്രവർത്തനവും ഉണ്ടാവാൻ പാടില്ല. നാളെയും മൃഗം വരും, സിറാത്ത് പാലത്തിൽ നമ്മളെ കയറ്റും, കൊണ്ടുപോകും സ്വർഗത്തിലേക്ക്. ആ ഒരു നിയ്യത്തിലൊക്കെ ആയിരിക്കണം. അല്ലാഹു തൗഫീക്ക് തരട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അള്ളാഹു ഈ വർഷം ഉദ്ഹിയ്യത്തിൽ കൂടിയവരൊക്കെ ഈ കൂട്ടത്തിലുണ്ടാകും. ദുൽഹിജ്ജ 1 മുതൽ അറുക്കുന്നത് വരെ പിന്നെ ശരീരത്തിൽ നിന്ന് നഖമോ മുടിയോ നീക്കാൻ പാടില്ലാത്തതാണ്. അഥവാ ഒന്ന് വെട്ടിപ്പോയി എന്ന് കരുതി ഇനിയിപ്പോ ഫിദിയ കൊടുക്കണോ? അതൊന്നും വേണ്ട. ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്താൽ നഖം മനഃപൂർവ്വോ അല്ലാതെയോ ആണ്ട് മുറിച്ചു, അല്ലെങ്കിൽ ആണ്ട് വലിച്ചു പറിച്ചെടുത്തു, അപ്പോൾ അതിന് ഫിദിയുണ്ട്. അതറിയാതെയാണെങ്കിൽ പോലും ഫിദിയുണ്ട്. എന്നാൽ ഒരാൾ ഉദ്ഹിയ്യത്തിന് കൂടി, അയാൾ ഇടയ്ക്ക് ഷേവ് ചെയ്യുന്ന ഒരാളാണ്, ഇടയ്ക്ക് നഖം മുറിക്കുന്ന ശീലമുള്ള ആളാണ്, മുറിച്ചു കഴിഞ്ഞു, പടച്ചോനെ എന്റെ ഉദ്ഹിയ്യത്ത് സഹിയാവൂല, ആകെ കുടുങ്ങി, ഇനിയിപ്പ അതിന് ഫിദിയ കൊടുക്കേണ്ടി വരും, അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അതൊന്നുമില്ല. സുന്നത്ത് നഷ്ടപ്പെടുന്നേ ഉള്ളൂ. എന്നാലും ശ്രദ്ധിക്കണം. മഗ്രിബോടുകൂടെ മഗ്രിബിന്റെ മുമ്പ് തന്നെ ശരീരത്തിൽ നിന്ന് നീക്കൽ സുന്നത്തുള്ള രോമങ്ങളൊക്കെ നീക്കണം. വെട്ടൽ സുന്നത്തുള്ള നഖങ്ങളൊക്കെ വെട്ടി ആ കാര്യമൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ അറവ് കഴിയുന്നത് വരെ അതൊന്നും പാടില്ല. അള്ളാഹു എല്ലാത്തിലും അദബ് പാലിക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. ഏതായാലും ഏറെ വിശിഷ്ടമായ ദിനത്തിലേക്ക്, ദിനരാത്രങ്ങളിലേക്ക് ഇന്നത്തെ മഗ്രിബോടുകൂടെ നമ്മൾ പ്രവേശിക്കുകയാണ്. എന്താണ് നബിയെ കൂടുതലായും ആ ദിനങ്ങളിൽ ചെയ്യേണ്ടത്, ചൊല്ലേണ്ടത്? ആലാ ഹബീബിന്റെ മറുപടി ഫഅക്സിറൂ ഫീഹിന്ന മിനത്ത് തസ്ബീഹി വത്തക്ബീരി വത്തഹ്മീദി വത്തഹ്ലീൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അത് പരമാവധി വർദ്ധിപ്പിക്കണം. യജമാനനായ റബ്ബ് തൗഫീക്ക് തരട്ടെ, അള്ളാഹു സൗഭാഗ്യം തരട്ടെ. അപ്പൊ ആ കാര്യത്തിൽ നല്ല ഒരു ശ്രദ്ധ നമ്മളിൽ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അള്ളാ അടുത്ത തിങ്കളാഴ്ച നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കും. ആ ദുൽഹിജ്ജ അറഫ അതിൻ്റെ ആ ഒരു സമയമാണ്. ഹാജിമാര് ഇഹ്റാം ചെയ്ത് അങ്ങനെ മിനയിൽ പോയി അറഫയിലേക്കുള്ള ഒഴുക്കിന് കാത്തിരിക്കുന്ന ആ ഒരു സന്ദർഭമാണ്. ലോക മുസ്ലിമീങ്ങളുടെ അനുഗ്രഹീത സംഗമം നടക്കാൻ പോകുന്ന ഘട്ടത്തിൽ ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ നമുക്കിവിടെ സംഗമിക്കാം. അടുത്ത തിങ്കളാഴ്ച ഇൻഷാ അല്ലാഹ് ഇതേ സമയത്ത് നമ്മുടെ മജ്ലിസ് ഉണ്ടായിരിക്കും. റഹ്മാനായ റബ്ബ് ഭക്തിയോടുകൂടി അതിൽ പങ്കെടുത്ത് വിജയം കൈവരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ.